ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ABP സ്ഥാപക ദിനമാണ്. ABP ആരംഭിച്ചിട്ട് 78 വർഷം തികയാണ്. അപ്പം എന്നെപ്പോലെ ഒരുപാട് പൂർവ്വകാല വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ തന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ABP. അപ്പോൾ എൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാനും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനും വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ തുടക്ക കാലഘട്ടം ആറ്റിങ്ങൽ സായം ശാഖയിൽ പങ്കെടുക്കാൻ ഞാനും ശ്രീദേവ് എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഫ്രണ്ട്സും കൂടെ അവിടെ വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ ഇടയ്ക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ടീംസിനെ വീട്ടിലത്ത് വെച്ച് കാണാൻ പറ്റി. അപ്പോൾ അന്വേഷിച്ചപ്പം അവിടെ ചലോ കേരള എന്ന് പറഞ്ഞ ABPയുടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ അവരായിട്ട് കമ്പനിയൊക്കെ ആയി. അപ്പം ഇത് ആ സമയത്ത് അവിടെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് ABPയുടെ ഒരു ഫുൾ ടൈമർ ഉണ്ടായിരുന്നു. അതിൽ കൃഷ്ണ എന്ന് പറയുന്ന പുള്ളിക്കാരനായിരുന്നു അവിടെ ഉള്ളത്. പുള്ളിക്കാരനെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് ABPയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം പുള്ളിക്കാരനായിട്ട് കമ്പനിയായി. പുള്ളിക്കാരൻ കോഴിക്കോട്ടുകാരനാണ്. പുള്ളിക്കാരനായിട്ട് കമ്പനിയായി. അങ്ങനെ പുള്ളിക്കാരൻ നമ്മളെ രാത്രി എന്നെയും ശ്രീദേവിനെയൊക്കെ പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് പോകും. പോസ്റ്ററൊക്കെ ഒട്ടിക്കും. എന്നിട്ട് അതോടൊപ്പം തന്നെ ഫ്ലെക്സൊക്കെ എടുക്കാൻ വേണ്ടി പോകും. തമിഴ്നാട്ടിൽ പോയാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടി വിളിച്ച് പോകും. അങ്ങനെ പുള്ളിക്കാരനായിട്ട് കമ്പനിയായി നമ്മൾ ചലോ കേരളയ്ക്ക് പങ്കെടുത്തു. ചലോ കേരള പറഞ്ഞു തരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് മാത്രം പങ്കെടുത്തത്. അതോടൊപ്പം മൊത്തത്തിൽ നോർത്ത് ഇന്ത്യൻസ് അവർ മൊത്തത്തിൽ എല്ലാം ഇന്ത്യ മൊത്തത്തിലുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തായിരുന്നു. ഏകദേശം അങ്ങനെ മൊത്തം 1,00,000-ഓളം വിദ്യാർത്ഥികൾ റാലിയിലാണ് അന്ന് പങ്കെടുത്തത്. അപ്പോൾ നിങ്ങളൊന്ന് ഇമേജ് ചെയ്ത് നോക്കണം ഒന്ന് ആ സമയത്ത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല പരിപാടിയായിരുന്നു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആറ്റിങ്ങൽ ABPയുടെ ഒരു നഗര സംവിധാനം രൂപീകരിച്ചു. അപ്പോൾ അതിൻ്റെ സെക്രട്ടറിയായിട്ട് എന്നെ സെലക്ട് ചെയ്തു. പ്രസിഡൻ്റായിട്ട് ആറ്റിങ്ങ കോളേജിലെ ജമീല എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ആ ഒരു വർഷം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തു. കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. നമ്മൾ ആ വർഷം ജയിച്ച 10ലും +2ലും വിജയിച്ച കുട്ടികൾക്ക് പുരസ്കാരം കൊടുക്കാൻ വേണ്ടി ഒരു പരിപാടി പ്ലാൻ ചെയ്തു. അതാണ് നമ്മൾ നഗരത്തിൽ ഞാൻ കണ്ടക്ട് ചെയ്ത ഫസ്റ്റ് പരിപാടി. അപ്പോൾ ആ പരിപാടിക്ക് അന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് അന്നത്തെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള അഖിൽ പാലോട്ടുമടം, പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വൈശാഖ് മാഷാണ്. അപ്പം അവർ വന്ന് അവർക്കും പരിപാടി ഇഷ്ടപ്പെട്ടു. ഹാള് നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല വിദ്യാർത്ഥികൾ പങ്കെടുത്തായിരുന്നു. അത് ആറ്റിങ്ങൽ ലൈബ്രറി ഹാളിൽ വെച്ചായിരുന്നു ആ പരിപാടി നടത്തിയത്. അപ്പോൾ ആ പരിപാടി നമ്മൾ ലൈഫിലെ ഫസ്റ്റ് പരിപാടിയാണ്. ഇത്രയും വലിയ ആൾക്കാർ കണ്ടക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടി. അപ്പം ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ആത്മവിശ്വാസം കൂടി, നമ്മളെ നഗരത്തിന് ഒരു ആത്മവിശ്വാസം കൂടി. പേഴ്സണലി എനിക്ക് ഒരു പരിപാടി നടത്താൻ പറ്റും, കണ്ടക്ട് ചെയ്യാൻ പറ്റും, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ആത്മവിശ്വാസം കൂടി. എല്ലാ സ്ഥലത്തും നല്ല അഭിപ്രായങ്ങളായിരുന്നു, നല്ല പങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ABP വഴിയാണ് ഇങ്ങനത്തെ ഒരു നമുക്കിങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ളതും നമുക്കത് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റിയതും കോർഡിനേറ്റ് ചെയ്യാനുള്ളതും നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ ഉള്ള ആ ഒരു കഴിവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ സംഘടന വഴിയാണ്. അപ്പം അതിനുശേഷം നമുക്കൊരു ആത്മവിശ്വാസം കൂടി നമ്മൾ ഒരുപാട് നല്ല പരിപാടികളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുശേഷം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി. ആറ്റിങ്ങൽ ഒരു 86ഓളം വിദ്യാർത്ഥികൾ ബ്ലഡ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതൊരു നല്ല വിജയമായിരുന്നു ആ പരിപാടിയും. അങ്ങനെ നമ്മൾ പിന്നെ പറ്റുന്ന കണക്കൊക്കെ പരിപാടി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പുതിയ കുട്ടികളെയൊക്കെ നമുക്ക് ABPയിലോട്ട് കൊണ്ടുവരാൻ പറ്റി, കണ്ടെത്താൻ പറ്റി. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റ് സമ്മേളനം കഴിഞ്ഞു. എന്നെ ഫസ്റ്റ് വിളിച്ച് പറയുന്നത് സന്ദീപാണ്, കിളിമാനുള്ള സന്ദീപ് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ജില്ലാ സെക്രട്ടറി ആയിട്ട് എന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനും ഇതൊക്കെ തോന്നി. കാരണം എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഫസ്റ്റ് ഒരു വർഷം ആറ്റിങ്ങൽ നഗർ സെക്രട്ടറി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് പിന്നെ ജില്ലയിലെ ബാക്കി സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൂടാ, ബാക്കി കാര്യകർത്താക്കളെ പ്രവർത്തകരെയൊന്നും വലിയ പരിചയമില്ല. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും തീരുമാനിച്ചു, പിന്നെ ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ഫുൾ ടൈമർ അതുലായിട്ട് ഫുൾ ടൈമർഷിപ്പ് മാറിയായിരുന്നു, വേറെ സ്ഥലത്തോട്ട് പോയി. ഒരു വർഷം കഴിയാനടുത്ത് അവർ വേറെ സ്ഥലത്തോട്ട് അവരെ മാറ്റി. അപ്പോൾ അന്ന് വന്നത് അതുൽ എന്ന് പറഞ്ഞ വേറൊരു പുള്ളിക്കാരൻ തന്നെയായിരുന്നു. അപ്പോൾ ആ ചേട്ടനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേറെ ടെൻഷനൊന്നും വേണ്ട, നമ്മളെല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ചെയ്തു. ജില്ലാ സെക്രട്ടറി ആയിട്ട് തുടങ്ങി. 3 വർഷം
തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ നമുക്ക് ഇത് ഇതായി പഠിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ കുഴപ്പമില്ലാതെ റെഡിയായി. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു കാലഘട്ടമായിരുന്നു AVPയുടെ 3 ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള 3 വർഷം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റി, ജില്ലയുടെ എല്ലാ സ്ഥലത്തുള്ള പ്രവർത്തകരുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അതിനെല്ലാം എന്നെ സഹായിച്ചത് സന്ദീപാണ്. സന്ദീപ് ഒരു ചെറിയൊരു ഗൂഗിൾ മാപ്പാണ്. സന്ദീപിന് എല്ലാ വഴിയും അറിയാം. എനിക്കാണെങ്കിൽ അങ്ങനെ വഴിയെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവനാണ് എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നതും എല്ലാവരുമായിട്ട് എല്ലാ സ്ഥലങ്ങളും എല്ലാ നഗരമൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ 15 നഗരങ്ങളാണുള്ളത്. അപ്പം അന്ന് ആ കാലഘട്ടത്തിൽ 4 എണ്ണത്തിലേ ഉള്ളൂ നഗരസമ്മേളനം നടന്നത്. അതിനുശേഷം നമ്മൾ എല്ലാ നഗരത്തിലും പോയി നഗരസമ്മേളനം നടത്തി. അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി മനച്ചേട്ടനായിരുന്നു. മനച്ചേട്ടൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. മനച്ചേട്ടൻ പാലോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമുക്ക് വലിയ പ്രവർത്തകരൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു. അപ്പം മനച്ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞ് പാലോട് നഗരസമ്മേളനം സെറ്റ് ചെയ്ത മനച്ചേട്ടൻ പങ്കെടുക്കാൻ വരാമെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് സെക്രട്ടറി വരാം, അതിന് എത്ര സംഖ്യ കുറഞ്ഞാലും വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ആവശ്യത്തിൽ പാലോട് നഗരസമ്മേളനം സെറ്റ് ചെയ്തു. അങ്ങനെ ജില്ലയുടെ എല്ലാ നഗരത്തിലും നഗരസമ്മേളനമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാ സ്ഥലത്തും ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ പറ്റി. എല്ലാ സ്ഥലത്തെയും പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ടൊക്കെ പരിചയപ്പെടാനും സൗഹൃദം നിലനിർത്താനൊക്കെ കഴിഞ്ഞു. പിന്നെ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നടത്തുന്ന മാർച്ചുകളൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങൾ അതായിരുന്നു. ഒരുപാട് ഓർക്കാൻ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ തരുന്നതായിരുന്നു ഈ മാർച്ച് എൻ്റെ ലൈഫിലെ ആദ്യത്തെ മാർച്ച്. ഇങ്ങനെ മനച്ചേട്ടനാണ് എന്നെ വിളിക്കുന്നത്. ഒരു വൈകുന്നേരം മനച്ചേട്ടൻ വിളിച്ചിട്ട് നാളെ മാർച്ച് നടത്തണം, എത്ര ആളെ കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ല മാർച്ച് നടത്തി. അന്ന് എൻ്റെ കൂടെ കിളിമാനൂർ നിതിനുണ്ടായിരുന്നു. നിതിന് ഞാനും സ്റ്റേറ്റ് ഓഫീസിൽ നിന്നപ്പോഴാണ് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പം നിതിൻ എൻ്റെക്കാട്ടി സീനിയറാണ്. സ്റ്റേറ്റ് സമ്മേളനമൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പം ഞാനും അവനും കൂടെ ചേർന്നാണ് ലാസ്റ്റ് നമ്മുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളന്ന് കുറച്ച് പേരെയൊക്കെ വിളിച്ച് നടത്തിയായിരുന്നു. അതിനുശേഷം അന്ന് പേടിച്ചൊക്കെയാണ് നടത്തിയത്. അതിനുശേഷം നമുക്ക് പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഓരോ മാർച്ചും ഓരോ അനുഭവങ്ങളാണ്. നമ്മൾ പ്രവർത്തകരായിട്ട് ഒരുപാട് ആത്മബന്ധം സൃഷ്ടിക്കുന്ന സമയമാണ് മാർച്ച്. എന്ന് വെച്ചാൽ ജലപീരങ്കിയൊക്കെ വരുമ്പം ഒരുപാട് നല്ല തമാശയും പിന്നെ നല്ല അനുഭവമാണ്. നമുക്ക് നല്ല ധൈര്യവും നല്ല ഫീലിംഗാണ്. കാരണം എന്ന് വെച്ചാൽ പറയാമെന്ന് വെച്ചാൽ മാർച്ച് ഇപ്പം എൻ്റെ സമയത്ത് നമ്മൾ നടത്തിയ ഏറ്റവും വലിയ മാർച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കുത്തിയേസ് സമയം നടന്നല്ലോ. ആ സമയത്ത് നമ്മളൊരു മാർച്ച് നടത്തിയായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലോട്ട്. അത് ഒരു 1500 മുകളിലായിട്ടുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തായിരുന്നു ആ മാർച്ച്. അപ്പോൾ ആ മാർച്ചിന് എൻ്റെ കാലഘട്ടത്തിലിടുന്ന ഏറ്റവും സംഖ്യ പങ്കെടുക്കുന്ന മാർച്ച്. അപ്പോൾ ആ മാർച്ച് നമ്മൾ ഒരാഴ്ചയ്ക്ക് മുന്നേ പ്ലാൻ ചെയ്ത് ഓരോ നഗരത്തിൽ നിന്നും 15 സ്ഥലത്തു നിന്നും പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് ബൈട്ടൊക്കെ ഇരുന്ന് ഓരോ സ്ഥലത്തു നിന്ന് എത്ര പേര് വരും എന്നൊക്കെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് നല്ലൊരു എക്സ്പീരിയൻസാണ് മാർച്ച്. അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നതൊക്കെ തന്നെ നല്ല ഒരു അനുഭവം തരുന്നതാണ് നമുക്ക്. നമ്മളെ കപ്പാസിറ്റി കൂട്ടും, നമ്മൾ കോർഡിനേഷൻ കപ്പാസിറ്റി കൂട്ടും, നമ്മൾ സ്ട്രെങ്തൊക്കെ നല്ല നമുക്ക് ഈ മാർച്ചിലൂടെ നമുക്ക് കൂട്ടാൻ പറ്റും. നല്ലൊരു അനുഭവമാണ്, പറഞ്ഞറിയാൻ പറ്റാത്തൊരു അനുഭവമാണ് ഈ മാർച്ചിൻ്റെ പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ലിസ്റ്റ് എത്ര പേരെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ 15 സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിട്ട് ബൈട്ടൊക്കെ ഇരിക്കും. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ സംഖ്യ പറയുന്നത് പാറശാലയാണ്. പാറശാല സ്റ്റെവിനാണ് ഏറ്റവും കൂടുതൽ സംഖ്യ പറയുന്നത്. അവിടെ VTM കോളേജ് ഉള്ളതുകൊണ്ട് അതൊക്കെ കേൾക്കാൻ പാറശാലയിൽ നിന്നാണ് ഏറ്റവും വലിയ സംഖ്യ പറയുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കാൻ നമുക്കൊരു ആകാംക്ഷയാണ്. പിന്നെ ഏറ്റവും കുറവ് പാലോട് തന്നെ. പാലോട് സ്വാഭാവികമായിട്ടും നമുക്ക് സംഖ്യ കുറവാണ്. അപ്പോൾ നമ്മൾ സംഖ്യ കുറവുള്ള സ്ഥലത്ത് അതിന് പ്രത്യേകം പ്ലാൻ തയ്യാറാക്കും. സംഖ്യ കൂടുതലുള്ള സ്ഥലത്തും അതിന് പറ്റിയ പ്രത്യേക പ്ലാൻ, മാക്സിമം എങ്ങനെ വിദ്യാർത്ഥികളെ കൂടുതൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള പ്ലാൻ തയ്യാറാക്കും. അപ്പോൾ അതൊക്കെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് മാർച്ചിൻ്റെ അന്ന് നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്ത് ഒക്കെ വെച്ചേക്കുന്നില്ല. ഇങ്ങനെ എത്ര സംഖ്യ വരണം എന്ന ലക്ഷ്യമൊക്കെ ഉണ്ടല്ലോ നമുക്ക്. ഇത്ര സ്ഥലത്ത് നിന്ന് ഇന്ന ആൾക്കാർ വരും. അങ്ങനെ നമ്മൾ മാർച്ച് തുടങ്ങണതിൻ്റെ അന്ന് രാവിലെ നമ്മൾ പരിപാടി സ്ഥലത്തെത്തും. ആദ്യം എത്തിയിട്ട് ഓരോരുത്തരെ വിളിക്കാൻ നേരത്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഇപ്പോൾ എത്തും. അവരൊക്കെ നമ്മൾ സ്ഥലത്ത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വന്നിറങ്ങും. കൊടിയൊക്കെ വെച്ച് വണ്ടിയിൽ പാറശാല എന്നൊക്കെ വരുന്നതെന്ന് വെച്ചാൽ VTM കോളേജിലെ കുട്ടികൾ
വണ്ടിയുടെ മുകളിലൊക്കെ ഇരുന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത്രയും ആവേശമാണ് ഓരോ സ്ഥലത്തുനിന്നും വണ്ടിയിലൊക്കെ വന്ന് ഇറങ്ങുന്നത്, കാണുന്നിടത്തൊക്കെ ഭയങ്കര ആവേശമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അതൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ ചെയ്യണം. അതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇനി നമുക്കതൊന്ന് അനുഭവിക്കാൻ പറ്റൂല. പഠിക്കുന്ന കാലഘട്ടത്ത് ഓരോ സ്ഥലത്തു നിന്നും 15 സ്ഥലത്തു നിന്നും ഇങ്ങനെ വണ്ടികൾ വരുന്നു, അത്രയും ആവേശത്തോടെ വരുന്നു. അതൊക്കെ കാണാൻ മുദ്രാവാക്യം വിളിച്ചുകൂടെയൊക്കെ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവരെല്ലാം വന്ന് ആ ഒരു ജംഗ്ഷനിൽ ഫുൾ ആളായതിനു ശേഷം നമ്മളെല്ലാവരും ലൈനായിട്ട് പിടിച്ച് നിർത്തിയിട്ട് ആ റാലിയിൽ ആദ്യം തൊട്ട് അവസാനം വരെ നടന്നു നോക്കുന്ന ആ സമയത്ത് ഒരു ആവേശം കിട്ടിയൊരു സ്പിരിറ്റ്. അതാണ് ഒരു സ്പിരിറ്റ് എന്ന് വെച്ചാൽ, അതാ ഒരു ലഹരി എന്ന് വെച്ചാൽ അതൊക്കെയാണ് ഒരു ലഹരി. അതൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ഇപ്പോഴത്തെ ഓരോരുത്തർ പറയും ഇങ്ങനെ ഇതിലൊക്കെ പോയി എന്തിനാണ് നടക്കുന്ന, പാർട്ടിയിലൊക്കെ പോകുന്നത് എന്തിനാണ് എന്നൊക്കെ പറയും, ഇങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ കൊടി പിടിക്കാനൊക്കെ പോകണം എന്തിനാണെന്നൊക്കെ പറയുന്നവരൊക്കെ ഒരുപാട് മാതാപിതാക്കളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു അനുഭവം കിട്ടണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ലൈഫിൽ അങ്ങനെ എളുപ്പത്തിൽ കിട്ടൂല. നമ്മളിതൊക്കെ ചെയ്താലേ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. പറയാൻ നിർത്താൻ എനിക്ക് രോമം ഇങ്ങനെ എണിച്ചിരിക്കുകയാണ്. നമ്മൾ ആ റാലിയിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഇങ്ങനെ നടന്ന് അതിലേക്കൂടെ പോകാൻ നേരത്ത് ഉള്ള ആ സമയത്ത് ഫസ്റ്റ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഉള്ള എല്ലാവരും ബാക്കി വിളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, ആ ഒരു ധൈര്യം, ആ ഒരു എന്ന് പറയാനാണ് നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്തതിൻ്റെ റിസൾട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ആവശ്യമാണ്. ആ സമയം അതൊക്കെ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിൽ മനസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ്. നല്ല അനുഭവമാണ് മാർച്ചിൽ എപ്പോഴും സമ്മാനിച്ചിട്ടുള്ളത്. പിന്നെ തമാശകളും ഒരുപാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് സമയത്ത് എത്ര വരെ എൻ്റെ തന്നെ മുണ്ടിലിങ്ങനെ വെള്ളമടിച്ച് മുണ്ടവന്ന് പോകുന്നതും, അടുത്ത് നിന്ന് നിതിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിറയൻകീഴിലുള്ള നിതിൻ്റെ മുണ്ട് ഇങ്ങനെ എൻ്റെ മുണ്ടാവുന്ന ഇപ്പം ഞാൻ അവൻ്റെ മുണ്ട് ഊരി ഉടുക്കാനായിട്ട് നോക്കുന്നതൊക്കെ, അങ്ങനെ ഒരുപാട് നല്ല സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള നമുക്ക് അനുഭവം തന്നിട്ടുള്ളതാണ് മാർച്ചിനെ പറ്റി പറയാൻ ഇതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നെ അല്ലാതെയും വരാറുണ്ട്, അടിപിടിയൊക്കെ വരാറുണ്ട് മാർച്ചിൻ്റെ ഇടയിൽ. വലിയ മാർച്ച് ഇതൊക്കെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് നല്ലൊരു പോലീസിൽ നിന്ന് ലാത്തിക്ക് അടിയെ കിട്ടാറുണ്ട്. അപ്പം അതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ള ഒരു വശം തന്നെ. പിന്നെ നമ്മൾ ഓഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ഓഫീസിൽ അതൊരു വികാരമാണ്. നമുക്ക് എല്ലാവരും വന്ന് ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നു. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരുന്നു, സ്റ്റേറ്റ് ഓഫീസിൽ വരുന്നു, സ്റ്റേ ചെയ്യുന്നു. നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ ഒരുമിച്ച് വയ്ക്കുന്നു. ഫുഡെന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ സമയത്ത് കഞ്ഞിയും പയറും തൈരൊക്കെയാണ് നമ്മളെ മെയിൻ ഫുഡ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാണ് മെയിൻ ഫുഡ്. ഇതൊക്കെ നമ്മൾ അവിടെ വെച്ച് ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് ഫുഡ് വയ്ക്കുന്നു, ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. തുണിയൊക്കെ നമ്മളൊരു സ്വന്തം വീട് കണക്കാണ് നമ്മളതിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നല്ലൊരു ഓഫീസെന്ന് വെച്ചാൽ അത് നല്ലൊരു അനുഭവം വരുന്നു. ഒരുമിച്ച് എല്ലാവരുമായിട്ട് ഒരുമിച്ചിരിക്കുന്നത്. പിന്നെ രാത്രി എല്ലാവരും വന്നാൽ പിന്നെ നമ്മൾ രാത്രി പുറത്തിറങ്ങും. രാത്രി എല്ലാവരും ഒരുമിച്ച് ഷാർജ് കുടിക്കാൻ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഒരുമിച്ച് പോകുന്നതൊക്കെ ഒരു നല്ല അനുഭവമായിരുന്നു. പിന്നെ നമ്മൾ ബൈട്ടൊക്കെ വയ്ക്കുന്നത്, പല വീടുകളിൽ നമ്മളെ പ്രവർത്തകർ വീട്ടിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അവരെ വീട്ടുകളിൽ പോകുന്നതും. പിന്നെ നമ്മളൊരു ശംഖുമുഖത്ത് ഒരു സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെളുപ്പകാലത്ത് 5 മണിക്ക് ശംഖുമുഖത്ത് ബൈട്ടൊക്കെ വെച്ച് 5 മണിക്ക് എല്ലാവരും ശംഖുമുഖത്ത് റൗണ്ടിനിരുന്ന് ബൈട്ടൊക്കെ ഇരുത്തത്. അപ്പോൾ അതൊക്കെ നല്ലൊരു അനുഭവം തന്നിട്ടുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഒരുപാട് നല്ല പ്രവർത്തകരെയും നല്ല ആത്മാർത്ഥമായ സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് ഈ സംഘടന വഴി കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഇലക്ഷൻ സമയത്ത് നടന്നൊരു സംഭവമാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഞാനും സ്റ്റെവിനും കൂടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് AVPയുടെ ഓഫീസിൽ ഇങ്ങനെ കിടക്കാനായിട്ട് ഇങ്ങനെ വന്നപ്പം ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് ഇന്ന് എൻ്റെ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി നമ്മൾ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ പോലീസ് വന്ന് അവിടെ ഇലക്ഷൻ സമയത്ത് ആറ്റിങ്ങിൽ എന്തോ പ്രശ്നം നടന്നപ്പം അപ്പോൾ ഇലക്ഷനാകുമ്പോൾ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം അവിടെ സ്റ്റേഷനിൽ എല്ലാവരെയും അറിയാൻ പറ്റും. നമ്മൾ ആ സ്ഥലത്തുള്ളത് കൊണ്ട് നമ്മളെ അറിയാൻ പറ്റും. അപ്പം അവിടെ ഒരു പ്രശ്നം നടന്നു. പ്രശ്നത്തിനപ്പം ആളെ കിട്ടാത്തതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പിടിച്ചാൽ മതിയല്ലോ. അങ്ങനെ എന്നെ അറിയാമെന്നുള്ളതുകൊണ്ട് എൻ്റെ വീടും അറിയാം. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് പോലീസ് വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയി. സ്റ്റേഷൻ അറിഞ്ഞ പോലും ഇല്ല, അവൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ വരുന്നതായിരുന്നു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ എണിച്ചപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത്. അവൻ ചേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാരെ വിളിച്ചിട്ട് അവൻ പോയി അവൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ജില്ലാ സമ്മേളനം പാറശാല വെച്ചായിരുന്നു.
പാറശാലയിൽ വെച്ച അത് വിദ്യാനികേതൻ സ്കൂളിൽ വെച്ചായിരുന്നു ജില്ലാ സമ്മേളനം. ആ ജില്ലാ സമ്മേളനം നമ്മൾ ഒരു 10-12 ഫുൾ ടൈമർമാർ പാറശാലയിലുണ്ടായിരുന്നു. ഒരാഴ്ചയോളം അവർ നിന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിലുള്ള സമ്മേളനമൊക്കെ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് സമ്മേളനത്തിൻ്റെ വൈകുന്നേരം നല്ല മഴ പെയ്ത് അവിടെ മൊത്തം വെള്ളം കയറി. നമ്മൾ കൊടിയെല്ലാം വെച്ച് കെട്ടി അവിടെ പ്രദർശനിയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെള്ളം കയറി. പരിപാടി സ്ഥലത്തും ഗ്രൗണ്ടിൽ മൊത്തം വെള്ളം. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ വിദ്യാർത്ഥികൾ വരും, അവിടെ എന്തായാലും പരിപാടി നടത്താൻ പറ്റില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് തൊട്ടടുത്ത് വേറെ ഹാള് വിളിച്ച് ബുക്ക് ചെയ്ത് അങ്ങോട്ടത്തേക്ക് രാത്രി അങ്ങോട്ടെല്ലാം സെറ്റ് ചെയ്ത്. അപ്പോൾ അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു, ഓർക്കാൻ പറ്റുന്ന ഒരു അനുഭവം. പിന്നെ ഇതിനൊക്കെ എടുത്തു പറയുന്നത് വെച്ചാൽ എല്ലാ സ്ഥലത്തും നമുക്ക് ബന്ധങ്ങൾ ഉണ്ടായി, നല്ല നല്ല സൗഹൃദം ഉണ്ടായി. എനിക്ക് ഞാൻ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം എൻ്റെ ഫസ്റ്റ് യാത്ര ചെമ്പഴന്തി ദിവസങ്ങളിലായിരുന്നു. അന്ന് ചെമ്പഴന്തി ദിവസങ്ങളിൽ ഒരു വിദ്യാർത്ഥി മരിച്ച്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ മരണ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ അന്ന് അവിടെ വെച്ച് യൂണിറ്റിലുള്ള വിദ്യാർത്ഥികളെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ അതായിരുന്നു ഞാൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഫസ്റ്റ് യാത്ര, അതായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് സമ്മേളനം ഇവിടെ തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ വെച്ച് സ്റ്റേറ്റ് സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരു മാസം ഫുള്ള് എല്ലാ പ്രധാനപ്പെട്ടവരും ഒന്ന് ലീവ് എടുത്ത് നമ്മൾ ഫുൾ ടൈമറായിട്ട് ഇറങ്ങിയായിരുന്നു ഒരു മാസം വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒരു നല്ല അനുഭവമായിരുന്നു. രാത്രി തിരുവനന്തപുരം സിറ്റിയിൽ പെയിൻ്റ് അടിക്കും, വെള്ളം അടിക്കും, എന്നിട്ട് രാത്രി പകലൊന്ന് വെള്ളം അടിച്ചിടും, എന്നിട്ട് രാത്രി 12 മണിക്ക് ശേഷം ബുക്ക് ചെയ്ത് നമ്മൾ എഴുതും, ചുവരിൽ എഴുതും. സമ്മേളനത്തിനെ പറ്റിയൊക്കെ എഴുതുന്നതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. രാത്രി നമ്മുടെ തിരുവനന്തപുരം സിറ്റിയെ നമുക്ക് കാണാൻ പറ്റി. രാത്രി നമ്മളെല്ലാവരും ഒന്ന് ഉറക്കമൊന്നുമില്ല, രാവിലേക്കാണ് ഉറങ്ങുന്നത്. രാത്രി തിരക്കൊന്നും കാണില്ല, രാത്രിയൊക്കെ ചെവരെഴുത്തൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ ഫുള്ള് നല്ല 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 അനുഭവമായിരുന്നു. 3 ദിവസത്തെ സമ്മേളനമായിരുന്നു. പിന്നെ നമ്മുടെ സംഘടനയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഈ സീൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. നോർത്ത് ഇന്ത്യ, നമ്മുടെ ഇങ്ങോട്ടുള്ള നമ്മളെ ആസാം, പിന്നെ ആ ഭാഗത്തുള്ള ഈസ്റ്റ് മേഖലയിലുള്ള നമ്മളെ വിദ്യാർത്ഥികളെ ബാക്കി സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരുന്നൊരു സീൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അരുണാചൽ പ്രദേശ്, സിക്കിം, ആസാം അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളെ നമ്മളെ ഇങ്ങോട്ട് ഒരു യാത്ര, നമ്മുടെ AVPയുടെ ഇതിൽ തന്നെ യാത്ര സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ അവിടെ നിന്ന് ഇവിടെ വരുന്നതും, അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ആ ദിവസങ്ങളൊക്കെ നല്ല നിമിഷങ്ങളായിരുന്നു. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഈ സംഘടന വഴി നമുക്ക് എത്ര പേര് വന്നാലും നമുക്കത് കണ്ടക്ട് ചെയ്യാനും, നമുക്ക് കോർഡിനേഷൻ ചെയ്യാനും, പിന്നെ ബൈട്ടൊക്കെ ഇരിക്കാനും, പൊതുവേദിയിൽ സംസാരിക്കാനും, അങ്ങനെ അതിലൊക്കെ ഉള്ള എല്ലാ ഒരു ധൈര്യവും ഒരു കഴിവും നമുക്ക് ഈ സംഘടന വഴിയാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ സംഘടന വഴിയാണ്. ഇതിനുള്ളതെല്ലാം എനിക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് ഈ സ്ഥാപക ദിനമായിട്ട് ഇങ്ങനൊരു വീഡിയോ, എൻ്റെ പഴയ ഓർമ്മകളെല്ലാം എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്രയും നല്ല നല്ല ഓർമ്മകളുണ്ട്. ഇപ്പം ജസ്റ്റ് ഇന്ന് സ്ഥാപക ദിനമായതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറയുന്നെന്ന് മാത്രം. പുതിയ AVPയിലുള്ള എല്ലാ പ്രവർത്തകർക്കും ആശംസകളും, നല്ല രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.